ജോഷ്ല കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്ന്. ജോഷ്ല, നേരത്തെ ആ ചേട്ടൻ്റെ വാക്കുകൾ കേട്ട് സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു മാത്രമാണ് അത് കേൾക്കാൻ കഴിഞ്ഞത്. കാരണം അത്രമാത്രം നമ്മുടെ ഉള്ളിൽ തട്ടുകയാണ് ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയുടെ മുന്നിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല. കാരണം ഒരു വാക്കുകൊണ്ട് പോലും അവരെ നോവിക്കുകയോ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്യരുത്. ആ ക്യാമ്പിൽ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് നൽകിയിട്ടില്ലേ? സർക്കാർ സംവിധാനങ്ങൾ ആ മനുഷ്യരെ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായും മനു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവർക്ക് ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും ഏറെ ആശ്വാസം കൂടിയായിരിക്കും. കാരണം സമാന ദുഃഖിതരായ ഒരുപാട് പേർ അത്തരത്തിൽ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെ അവർക്ക് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ നാട്ടിൻ്റെ ഒരു സ്ഥിതിഗതികളൊക്കെ അറിയാവുന്നവരായിരിക്കും അവർ. അതുകൊണ്ട് തന്നെ അവരെ അത് ഏറെ ആശ്വാസകരമായിരിക്കും. ഇങ്ങനെയൊരു കൂട്ടായി താമസിക്കുന്നത് പോലും ആശ്വാസകരമായിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് ചോദിക്കാം, ഏട്ടാ, ഈ ക്യാമ്പിൽ വന്നിട്ട് അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എന്താണ് ഞങ്ങളുടെ അവസ്ഥ? വളരെ ദയനീയ അവസ്ഥയാണ്. കാരണം ഞങ്ങളെ കട പോയി, എൻ്റെ സ്വന്തം കടയായിരുന്നു, അത് പോയി. ഞങ്ങളെ വീട് പോയി. ഞങ്ങൾ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ 4 വന്നത്. ഞങ്ങളൊക്കെ ചളിയിലായിരുന്നു. ഞങ്ങൾ എങ്ങനെയോ നീന്തി ഇങ്ങനെ കയറി വന്നതാണ്. ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഇനിയുള്ള ഞങ്ങൾക്ക് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരെ കാലും കയ്യിലൊക്കെ മുറിയാണ്, കുട്ടിൻ്റെ കാലിൽ മുറിയാണ്. എല്ലാവരും മോൻ്റെ മുട്ടിൽ ഭയങ്കര വലിയൊരു മുറിയുണ്ട്, അത് കെട്ടിയിട്ടുണ്ട്, അവിടെ ഉണ്ട്. എല്ലാം കിട്ടിയിട്ടുണ്ട്. വൈദ്യസഹായം, ഭക്ഷണം എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ എത്ര ദിവസം ഇങ്ങനെ നിൽക്കും? എല്ലാവരും കുറേ ആളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഇവിടുന്ന് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തുക. ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗം സർക്കാർ ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. എല്ലാ മാർഗങ്ങളും അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല പുനരധിവാസത്തിനുള്ള എല്ലാ സാധ്യത ഞങ്ങൾക്ക് ചെയ്തു തരിക. ഇപ്പോൾ ക്യാമ്പിൽ എല്ലാ സൗകര്യമുണ്ട്. ക്യാമ്പിൽ എല്ലാ സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഭക്ഷണം, കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ആരെയും നഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ പൊട്ടലിൽ തന്നെ ഞങ്ങൾ കയറി വന്നു. ഫസ്റ്റ് പൊട്ടൽ തന്നെ ഞങ്ങൾ വീടെല്ലാം പകുതി കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ചാടി ഞങ്ങളൊക്കെ വിളിച്ച് വലിച്ച് കയറി വന്നു. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ പൊട്ടൽ ഞങ്ങളവിടെ വന്നാൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും. ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ട് വന്നതാണ്. രാവിലെ ചായ ഞങ്ങൾ ബിസ്ക്കറ്റ് ചായ കുടിച്ചു. എല്ലാം കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം എല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഈ ഡോക്ടർമാരെല്ലാം കാണുന്നുണ്ട്. ഞങ്ങൾ വേണ്ട ചികിത്സ എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. ക്യാമ്പ് സുരക്ഷിതമാണ്. ഇനി ക്യാമ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 9 മന്ത്രിമാർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യും. മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ക്യാമ്പിലടക്കം വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്തു തന്നാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇരിപ്പിടം വേണം. ഓക്കെ. അതന്നെ, ക്യാമ്പൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും, ചികിത്സയും ഭക്ഷണവും വസ്ത്രവും കിട്ടി. അതുകൊണ്ടായില്ലല്ലോ. ഇനി ഞങ്ങൾക്ക് ഇരിക്കാനും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് ആയിക്കിട്ടണം. ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലമല്ല, എല്ലാം നഷ്ടപ്പെട്ടു. വീടൊക്കെ ഞങ്ങൾ ലോൺ എടുത്തിട്ടൊക്കെ ആയിരുന്നു വീട് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എല്ലാം പോയി, എല്ലാം നഷ്ടമായി. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ട് തിരിച്ചു പോകും? ഇവിടുന്ന് പറഞ്ഞയച്ചാൽ എങ്ങോട്ട് തിരിച്ചു പോകും എന്നുള്ളൊരു വിഷമമാണ്. പിന്നെ ബന്ധുവീട്ടിലൊക്കെ ഇപ്പോൾ എത്ര പോയി ഇരുന്നാൽ ഉള്ള അവസ്ഥ അറിയില്ല. പിന്നെ മക്കളെ പഠിപ്പ് കാര്യങ്ങൾ എല്ലാം ആയിട്ടുള്ള വിഷമങ്ങളേ ഉള്ളൂ. അവർ വേഗം ഇതിനുള്ളൊരു തീരുമാനം ഞങ്ങൾക്ക് എടുത്തു തന്നാൽ മതി. ഒരു വീട് ഇരിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക്, ഈ വീടുകൾ പോയ എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു വഴി എന്തെങ്കിലും ഞങ്ങൾക്ക് കണ്ടെത്തി തന്നാൽ മതി. അത്രയേ ഉള്ളൂ. മനു, ഇതാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ള. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടും ഇനി ഒന്നുമില്ലാതെ ഉടുത്ത വസ്ത്രം കൊണ്ട് മാത്രം ഇവിടെ എത്തിച്ചേർന്നവർ എന്ന് പറയാം. ആ രീതിയിലാണ്. അവർക്ക് വളരെയധികം ആശങ്കകളുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. പക്ഷേ ക്യാമ്പുകളിൽ എത്തുമ്പോൾ അവർക്കൊരു സമാധാനമുണ്ട്. കാരണം സമാന ദുഃഖിതരായ ഒരുപാട് പേരാണ് ഇവിടെയുള്ളത്. അവരോട് കാര്യങ്ങൾ പങ്കുവെക്കാം. അതുപോലെ തന്നെ ക്യാമ്പിൽ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ക്യാമ്പിൽ ആവശ്യമായ എല്ലാം ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ചേച്ചി, ക്യാമ്പ് സമാധാനം തരുന്നുണ്ടോ? സമാധാനം തരുന്നുണ്ട്. അവിടെ ചുരമല വെള്ളം വന്ന എടുത്തുള്ള വീടാണ് ഞങ്ങൾ. ഞങ്ങൾ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജ്യേഷ്ഠൻ അനിയന്മാർ, ഞങ്ങളെ അയൽവാസികളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ വന്നുകൊണ്ടൊക്കെ എല്ലാവരും രക്ഷപ്പെട്ട്. പിന്നെ രണ്ടാമത്തെ പൊട്ടലാണ് ഇറങ്ങിയിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് പോയത്. കുന്നാണ്. ആ കുന്ന് കയറി, മൊത്തം കയറി.
ഇവിടെ ക്യാമ്പിൽ ഭക്ഷണം ചായ കുടിച്ചു, ബിസ്ക്കറ്റ് കുടിച്ചു, കഴിച്ചു. ബാക്കി ചികിത്സാ സൗകര്യങ്ങളും മറ്റുള്ള എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താമസിക്കാനുള്ള ഒരു വീടിൻ്റെ ഒരു ഇത് മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒന്നും കുഴപ്പമില്ല. ആ 2 ദിവസം നമുക്ക് അതിൻ്റെ ഇതുണ്ടായിരുന്നു. ഇന്നൊക്കെ കുറച്ചൊരു നോർമലായി വരുന്നുണ്ട്. ആയിക്കോട്ടെ. ആശ്വാസകരമായ വാർത്തയാണ് മനു. ഈ 2 ദിവസം ഉണ്ടായ ഒരു ദുഃഖത്തിൽ നിന്നും ഇവരൊക്കെ തന്നെ വിട്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അവർക്ക് ആദ്യം മാത്രമേ ഉള്ളൂ, അത് ആശങ്ക മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ. ക്യാമ്പ് അത്രയും സുരക്ഷിതവും സംരക്ഷണവും നൽകുന്നു എന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ച ഒരുപാട് പേർ പറഞ്ഞിരിക്കുന്നത്. രാവിലത്തെ ചായയൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഏട്ടാ, എന്താ പറയാനുള്ളത് എന്താണെന്നല്ല, നമ്മുടെ നാടാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞാൻ 5 വർഷം കൊണ്ട് ഞാനിവിടെ ഒരു പാസ്റ്ററാണ്. ഞാൻ 5 വർഷം കൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരും, എൻ്റെ സഭാ വിശ്വാസികളുണ്ടായിരുന്നു. വിശ്വാസികൾ ആരും കിട്ടിയിട്ടില്ല. 5 പേര് അതിൻ്റെ ബോഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്നെ ഒരു സുഹൃത്തിനെ പോലെ സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു. ആരും കിട്ടിയിട്ടില്ല. ഭയങ്കര ഭീകരമായ ഒരു കാഴ്ചയെ കണ്ടത്. പക്ഷേ അത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ നാട്ടിന് ഭയങ്കര ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സുരക്ഷിതത്വമാണ്, ആൾക്കാരെല്ലാം കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോൾ കിട്ടാനുള്ള ഒത്തിരി ബോഡികൾ കിട്ടാനുണ്ട്. പക്ഷേ നാട് നല്ലൊരു നാടായിരുന്നു. എല്ലാവരും ഒരുപോലെ ഈക്വലായിട്ട് സ്നേഹിക്കുന്ന നല്ലൊരു നാടായിരുന്നു. ആ നാട്ടിലെ വ്യക്തികൾ പോയത് എനിക്ക് വളരെ സങ്കടമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. പരമാവധി പേരെ കിട്ടാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുമെന്ന് വിശ്വസിക്കാം. ഇന്നിവിടെ കുറേ പേരെ നിലമ്പൂരിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. അവരെ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടോയെന്നോ? ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് തിരിച്ചറിയാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൊണ്ടുവന്ന ബോഡി ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്ക് സങ്കടം വന്നു. കാരണം മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരാണ് എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കാലിൻ്റെ അടയാളം, കൈയുടെ അടയാളം, മുഖത്തിലെ ഏതെങ്കിലും പാട്, ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. പരമാവധി ഇനിയും ശ്രമിക്കുക എല്ലാവരും. ദൈവം എല്ലാവരെയും കരുതുമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു പാസ്റ്ററാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മുഖ്യമന്ത്രി ഇവിടെ എത്തുന്നുണ്ട്. എല്ലാവർക്കും ഇവിടെ ഈ നാട്ടുകാരെല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി നാട് വേണ്ട എന്നാൽ ഇവർ ആൾക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം വേണം, അതിന് ഞങ്ങളെ ഒന്ന് ഒരുക്കണം എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. ഇവിടെ എല്ലാവരും പറയുന്നത് അതെ, ഒരു ഭയം, ഹൃദയത്തിലുള്ളൊരു ഭയം വന്നു തുടങ്ങി ആൾക്കാർക്ക്. അതുകൊണ്ടാണ് അവരുടെ യഥാർത്ഥം അവരുടെ സ്വർഗ്ഗഭൂമി അത്, എങ്കിലും അതുവരെ അവർക്ക് വേണ്ടെന്ന് അവർ പറയുന്നത് ആൾക്കാർ. മനു, ഇതാണ് മേപ്പാടി എന്ന് പറയുന്നത്. വയനാട്ടിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു, ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ആളുകൾ മേപ്പാടിയിലേക്കാണ് സാധാരണ ടൂർ വരുമ്പോഴൊക്കെ ആളുകൾ മേപ്പാടിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ ഒരു സുന്ദരമായ ഒരു സ്വർഗ തുല്യമായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു ചൂരൽമല ഭാഗം എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും സുന്ദരമായ, ഏറ്റവും സമാധാനത്തോടുകൂടി ജീവിച്ചിരുന്ന, ഇന്നലെയൊക്കെ സംസാരിച്ചിരുന്ന ഒരുപാട് പേർ ഞങ്ങളോട് പങ്കുവെച്ച കാര്യമാണ്. അവിടെ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഭവം, ദുരിതം ഉണ്ടാവുകയില്ല എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. കാരണം അത്രയും വലിയ മലകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടേക്ക് വലിയൊരു മല മറ്റൊരു സ്ഥലത്ത് നിന്നും ഇടിഞ്ഞ് വരും എന്നുള്ളത് ഇവരാരും തന്നെ പ്രതീക്ഷിച്ചതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴവർക്ക് അതൊരു ദുരന്ത ഭൂമിയായി ഭയമുള്ള. ഞാൻ ആ മനുഷ്യൻ പറയുന്നത് കേൾക്കുകയായിരുന്നു. നമുക്കൊരു മുൻപരിചയമില്ലാത്ത ഒരാളാണ്, പക്ഷെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കേട്ട് നിൽക്കുകയായിരുന്നു. നോക്കൂ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടം പിടിച്ചൊരു നിമിഷമായിരിക്കും സ്വന്തം ഉറ്റവരെ, ഉടയവരെ അടയാളങ്ങൾ നോക്കി തിരിച്ചറിയുക എന്ന് പറയുന്നത്. അവരുടെ മൃതശരീരം കൊണ്ടുവരുമ്പോൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലാണ് പലതും. അത് കൊണ്ടുവരുമ്പോൾ അടയാളങ്ങൾ നോക്കി ഇതെൻ്റെ ഉറ്റവനാണ്, എൻ്റെ ബന്ധുവാണ്, എൻ്റെ സുഹൃത്താണ് എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നതിൽ കവിഞ്ഞൊരു സങ്കടം ഇനി ബാക്കി നിൽക്കുന്ന ആ മനുഷ്യരിൽ ഉണ്ടോ എന്ന്. ഈ സേഫ് സോണിലിരുന്ന് ജോഷ്ലയോട് അവിടുത്തെ വിവരങ്ങൾ എന്താണെന്ന് ചോദിക്കുന്ന ഞാനൊക്കെ ഇങ്ങനെ ഉത്തരമില്ലാതെ നിൽക്കുന്നൊരവസ്ഥയാണ്. കാരണം നമ്മളൊക്കെ സേഫ് സോണിലാണ് ഇന്ന് സംസാരിക്കുന്നത്, പക്ഷേ ആ മനുഷ്യരാണ് അവരുടെ എല്ലാം പോയി നിൽക്കുന്നത്. അപ്പോൾ അതിൽ പരം ഭീകരമായൊരു കാഴ്ച, ഒരവസ്ഥ ലോകത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഉറ്റവരെ തിരിച്ചറിയാൻ അടയാളങ്ങൾ നോക്കി തിരിച്ചറിയുക എന്ന് പറയുന്നൊരവസ്ഥ. ആ മനുഷ്യരുടെ സങ്കടങ്ങളെ നമ്മുടെ സങ്കടങ്ങളാക്കി മാറ്റി ചേർത്ത് നിർത്താൻ മാത്രമേ എനിക്കോ ജോഷ്ലയ്ക്കോ ഈ അവസരത്തിൽ പറ്റുന്നുള്ളൂ. പറയൂ ജോഷ്ല, ഞാൻ കേൾക്കുന്നുണ്ട്. മനു, ഇന്നലെ ഇവിടെ നിലമ്പൂരിൽ നിന്നും എത്തിച്ചേർന്ന മൃതദേഹങ്ങൾ പലതും, അതായത് 27ഓളം
മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ബാക്കിയുള്ള 20 മൃതദേഹം എന്ന് 20 പേരുടെ മൃതദേഹം കൂടാതെ 27 മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കൂടിയായിരുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച എന്ന് പറയാനുള്ളത് ഇവർ ഇത് ഓരോന്നായി പരിശോധിക്കുന്നു എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഇവർ ഇതിനെ നേരിട്ടത് എന്ന് പോലും നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്രയേറെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. ഓരോ കുട്ടികളുടെ പ്രായം വിളിച്ചു പറഞ്ഞ് 7 വയസ്സ് 6 വയസ്സ് 5 വയസ്സ് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് ഈ ഒരു ജനക്കൂട്ടത്തിൽ നിന്നും ആളുകൾ ഇത്ര വയസ്സുള്ള കുട്ടിയെ കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് അത് കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഇത്രയേറെ വേദനാജനകമായ ഒരു കാഴ്ച മുൻപൊരിക്കലും കേരളം കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യരെല്ലാവരും ഇപ്പോൾ. അത് ഒരുപക്ഷെ ഈ ക്യാമ്പുകൾ അവരെ അതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് അവസാന ആശ്വാസമാകുന്ന ഇടമാണ് ആ ക്യാമ്പുകൾ. അവിടെ അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ആ മനുഷ്യർക്ക് സമാധാനമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഉറ്റവരെയും എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് എന്ത് സമാധാനം. പക്ഷേ അവർക്കൊരല്പം മഴ നനയാതെ ഭയക്കാതെ ഒന്നിരിക്കാനൊരു ഇടമുണ്ടല്ലോ എന്നോർക്കുമ്പോൾ കുറച്ചൊരു ഈ വലിയ പ്രതിസന്ധിക്കിടയിലും അതൊരു ആശ്വാസം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമില്ല. അവർക്ക് സാധ്യമായതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരോട് കൂടെ നിൽക്കുക എന്നത് മാത്രമാണ് കേരളത്തിന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അവരെ ഒരിക്കലും കൈവിടരുത്, അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കൂടപ്പറപ്പുകളാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ജോഷില അത്രമാത്രം സങ്കടത്തോടെയാണ് സംസാരിക്കുന്നത്.